മുതലപ്പൊഴിക്കും വിഴിഞ്ഞത്തിനും ശേഷം മന്ത്രി വി അബ്ദുൽ ഗഫൂർ നീണ്ടകരയിൽ കാണാതായ ഗൗതം കൃഷ്ണയുടെ വീട് സന്ദർശിക്കും. ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് സന്ദർശനം. ഹാൻസ് ജോൺ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ഹാൻസ്, എന്തായാലും തുടക്കത്തിൽ ഫിഷറീസ് മന്ത്രിക്കും അതോടൊപ്പം സർക്കാരിനെതിരെയൊക്കെ വലിയ വിമർശനം ഉണ്ടായി. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ മറ്റ് സ്ഥലങ്ങളിലൊക്കെ സന്ദർശിച്ചു, കുടുംബത്തെ കണ്ട് ആശ്വസിപ്പിച്ചു, അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുകയാണ് സർക്കാർ. ഇപ്പോൾ നീണ്ടകരയിലേക്ക് പോവുകയാണ് ഫിഷറീസ് മന്ത്രി. അത് തന്നെയാണ് രുചീഷ്. കഴിഞ്ഞ 12 ദിവസമായി 3 മത്സ്യത്തൊഴിലാളികളെ സംസ്ഥാനത്ത് കാണാനില്ല. വിഴിഞ്ഞത്ത് ജോൺ എന്ന മത്സ്യത്തൊഴിലാളി, മുതലപ്പുഴയിൽ ഷിജിൻ, അതിനോടൊപ്പം തന്നെയാണ് കൊല്ലം നീണ്ടകരയിൽ വെച്ച് കാണാതായ ഗൗതം കൃഷ്ണ. ഇവർ 3 പേരെയും കണ്ടെത്താനായി വലിയ രീതിയിലുള്ള ശ്രമമാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. നേവിയുടെ ഭാഗത്തുനിന്ന് അടക്കം സഹായങ്ങൾ കൊണ്ടെത്തിച്ചുകൊണ്ടാണ് എല്ലാ പ്രദേശങ്ങളിലും വലിയ രീതിയിലുള്ള പരിശോധന ഇവരെ കണ്ടെത്താൻ നടത്തുന്നത്. ഇതിനിടയിൽ ഫിഷറീസ് മന്ത്രി ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ട് ഈ സംഭവ സ്ഥലങ്ങൾ സന്ദർശിച്ചില്ല, അതിനോടൊപ്പം തന്നെ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചില്ല എന്നുള്ള തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നതാണ്. ഇതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയോടൊപ്പം ഫിഷറീസ് മന്ത്രിയായിട്ടുള്ള വി അബ്ദുൽ ഗഫൂർ ഈ കുടുംബാംഗങ്ങളെ നേരിട്ട് പോയി കണ്ടത്. ആദ്യം വിഴിഞ്ഞം പുല്ലുവിളയിലുള്ള ജോണിൻ്റെ വീട്ടിൽ എത്തി സംസാരിച്ചു. അതിനുശേഷം മുതലപ്പുഴയിൽ ഈ അപകടം നടന്ന സ്ഥലത്തും അതിനോടൊപ്പം തന്നെ മുതലപ്പുഴയിലെ ഷിജിൻ്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് കൊല്ലം നീണ്ടകരയിലുള്ള ഗൗതം കൃഷ്ണയുടെ വീട്ടിലേക്കും അബ്ദുൽ ഗഫൂർ പോകുന്നത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വി ഡി സതീശനും മന്ത്രിയായിട്ടുള്ള ഷിബു ബേബി ജോണും ഈ കൊല്ലം നീണ്ടകരയിലുള്ള ഗൗതം കൃഷ്ണയുടെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളോട് ആശ്വാസവാക്കുകൾ നൽകിയിരുന്നു. ഒപ്പം കാര്യക്ഷമമായ രീതിയിലുള്ള ഇടപെടൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഈ മത്സ്യത്തൊഴിലാളികളെ കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഫിഷറീസ് മന്ത്രി നേരിട്ട് ഇപ്പോൾ കൊല്ലം നീണ്ടകരയിലേക്ക് പോകുന്നത്. നീണ്ടകരയിലുള്ള ഗൗതം കൃഷ്ണയുടെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ കാണും. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ കുടുംബത്തോട് വ്യക്തമാക്കും. 12 മണിയോടുകൂടി മന്ത്രി വീട്ടിലെത്തും എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ഇതിനോടകം തന്നെ മന്ത്രി തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. രുചീഷ്. ശരി ഹാൻസ്.